ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ എടുക്കാം. 2 ബേ ലീഫ്, 2 കറുവപ്പട്ട, 2 ഏലക്കായ, 2 ഗ്രാമ്പൂ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ ഇഞ്ചി, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. പെരിഞ്ജീരകവും നല്ല ജീരകവും പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള ചോപ്പ് ചെയ്തതാണ് ഇട്ടത്. വളരെ കനം കുറച്ച് ചോപ്പ് ചെയ്ത സവാളയിലേക്ക് വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 4 പച്ചമുളക് നടുകീറിയതും ഒരു തക്കാളി വളരെ കനം കുറച്ചരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെക്കാം. 5 മിനിറ്റിന് ശേഷം വീണ്ടും നമുക്ക് തുറത്ത് നോക്കിയാൽ നമ്മുടെ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുമ്പോഴേക്കും നമ്മുടെ കടല നമുക്ക് 4 വിസിലടുപ്പിച്ച് വേവിച്ചെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിക്കൊരു കൊഴുപ്പ് കിട്ടുന്നതിനായി നമ്മുടെ ഈ കടലയിൽ നിന്നും കുറച്ചെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുത്ത് അതും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാർ കഴുകിയതിന് ശേഷം ആ വെള്ളവും നമുക്കിതിലൊഴിച്ച് നല്ല ഒരു അടിപൊളി തിക്നെസ്സുള്ള കറിയായി നമ്മുടെ ഈ വെള്ളക്കടല നമുക്ക് കിട്ടും. കണ്ടോ, ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് തുറന്നൊന്ന് ഇളക്കി നോക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ രുചികരമായ കടലക്കറി റെഡി.